ഹായ് ബ്യൂട്ടിഫുൾ സോൾസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ കറണ്ട് എനർജിയാണ്. മേ ബി ട്വിൻ ഫ്ലെയിമോ സോൾമേറ്റോ ക്രഷോ ആകാം. സോ നമുക്ക് കാർഡ്സ് ഷഫിൾ ചെയ്ത് നോക്കാം. യൂണിവേഴ്സ് എന്ത് മെസ്സേജാണ് വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അബൌട്ട് ദി കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പാർട്ട്ണർ? നമുക്ക് കാർഡ്സ് എടുക്കാം. ഫസ്റ്റ് വന്നിട്ടുള്ള കാർഡ് ദി എംപറർ ആണ്. അടുത്ത കാർഡ് ക്വീൻ ഓഫ് വാൻഡ്സ് ആണ്. ദെൻ നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള കാർഡ് ഡെത്ത് ആണ്. ഇനി അടുത്ത കാർഡ് പേജ് ഓഫ് സ്വർഡ്സ് ആണ്. ദെൻ നമ്മുടെ ലാസ്റ്റ് കാർഡ് എടുക്കാം ടു ഓഫ് സ്വർഡ്സ്. അപ്പോൾ വ്യൂവേഴ്സിൻ്റെ പാർട്ട്ണറുടെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് റീഡ് ചെയ്യാം. ഈ പേഴ്സൺ ഇദ്ദേഹത്തിൻ്റെ ലൈഫിലെ എന്തോ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു വലിയൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനിലൂടെ ഇയാൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇയാൾക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഫീലിങ്സ് ഉണ്ടാകാം, നിങ്ങളെ മീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടേ എന്നുള്ള ഒരു കൺഫ്യൂഷനിലും നിൽക്കുന്നുണ്ടാകാം. ഇല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് കൊടുക്കുക. ഇയാൾക്ക് മദർ വോൺസ് ഉള്ളതായും കാണിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഇപ്പോൾ കുറച്ച് ലാഗായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് എന്തെങ്കിലും പ്രതീക്ഷിക്കാനുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. സോ താങ്ക് യു.